ISL വന്നതിന് ശേഷം ഒരുപാട് ക്ലബ്ബുകളും അക്കാദമികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ടൂർണമെൻറ്റുകൾ നമ്മൾ കളിക്കുന്ന സമയത്ത് ഈ അണ്ടർ 14 അണ്ടർ 10 ഒന്നും ഉണ്ടായിരുന്നില്ല കളികൾ. ഇപ്പോൾ ഒരുപാട് ചാൻസുകളെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ AFFൻ്റെ അണ്ടറിൽ ഒരു ക്ലബിന്. അപ്പോൾ അതങ്ങനെ ക്ലബ്ബുകളുണ്ട്, ഗ്രൗണ്ടുകളും. ഇപ്പോൾ മിനിസ്ട്രി ലെവലിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് അബ്ദുറഹ്മാൻ സാറ് ഒരുപാട് ഗ്രൗണ്ടുകൾ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൗണ്ടുകളായിട്ട് വരുന്നു. ഇപ്പോൾ പുതിയത് പറഞ്ഞാൽ തുടങ്ങാൻ പോകുന്നുണ്ട്, ഗ്രൗണ്ടുകൾ പണിയുന്നുണ്ട്. പക്ഷേ ഗ്രൗണ്ടിൻ്റെ പര്യാപ്തത മാത്രമല്ല, നമുക്ക് കളിക്കാനുള്ള അഡ്വാൻറ്റേജാണ് വേണ്ടത്. ശരിക്കും കുട്ടികൾക്ക് മാച്ചസ് കളിക്കണം. കാരണം ഒരു പ്രാക്ടീസ് മാത്രമല്ല പറഞ്ഞിട്ടാ, കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വീണ്ടും അവരുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. മാച്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ കളിക്കാനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ കേരളത്തിൽ? ഇപ്പോൾ ഓരോ അല്ല ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ISL ഉണ്ട്. ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ശരിക്കും അത് മരിക്കാൻ പോയ അവസ്ഥ ഉണ്ടായിരുന്നു. 2014 ഒരു പുനർജീവിതം വന്നത്. കാരണം റിലയൻസ് വരുന്നു, അതുപോലെ തന്നെ FSDL അണ്ടറിൽ നല്ല, അതായത് വീണ്ടും ഒരു തുടക്കം. അതാണ് ശരിക്കും കേരളത്തിൻ്റെ ഇന്ത്യൻ ഫുട്ബോൾ നന്നാവാൻ ആയത്. പിന്നെ ഒരുപാട് പ്രാക്ടീസ് മാച്ചുകൾ കളിക്കാനുള്ള അവസരങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ കേരളത്തിലെ അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് അക്കാദമി ടൂർണമെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് നടക്കണത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ KFAയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അക്കാദമി ടൂർണമെൻറ്റ്സ് വയ്ക്കുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ടൂർണമെൻറ്റുകൾ വരുന്നു. പക്ഷേ ചെറിയൊരു പ്രോഗ്രസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഫുട്ബോളിലേക്ക്. പക്ഷെ ഒരു സത്യം ഉണ്ടല്ലോ, നമുക്കത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ 1962 ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യമായിട്ടുള്ളൊരു നേട്ടങ്ങളൊന്നും ഒരിക്കലും ഇന്ത്യൻ ടീമിന് നേടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് 70 മുതൽ കേരളത്തിൽ ഫുട്ബോൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. നമുക്ക് FC കൊച്ചിൻ വരെയുള്ള ക്ലബ്ബുകൾ, നമുക്ക് അലിൻഡ് കുണ്ടറയിൽ നിന്ന് തുടങ്ങി FC കൊച്ചിൻ വരെയുള്ള നമുക്ക് ക്ലബ്ബുകൾ, നമുക്ക് 11 ടൂർണമെൻറ്റുകൾ, അത് കൊല്ലത്ത് ശ്രീനാരായണ ട്രോഫി തുടങ്ങിയിട്ട് ചാക്കോള ട്രോഫി ഉൾപ്പെടെയുള്ള 11 ടൂർണമെൻറ്റുകൾ വന്നിട്ടുള്ളൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് നമുക്ക് വളരെ നാച്ചുറലായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെ പിന്നീട് ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടെ എല്ലാവരും ഇരിക്കുന്നവരെ സാക്ഷ്യപ്പെടുത്തി പറയണം. ഞാൻ ജോപ്പോൾ അഞ്ചേരിക്ക് ഒരു കൊല്ലം പോലും പുറത്തു പോയിട്ട് ഒരു ട്രെയിനിങ്ങിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. IM വിജയന് ഒരിക്കലും അത് സാധിച്ചിട്ടില്ല. IM വിജയൻ കളിക്കുന്ന സമയത്ത്, ജോപ്പോളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് പറഞ്ഞു വെച്ചാൽ ഇവർക്ക് ഒരു കൊല്ലമെങ്കിലും പുറത്തു പോയിട്ട് ഇവർക്ക് കളിക്കാൻ ഉള്ളൊരു സൗകര്യം കിട്ടുമായിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ ആയിരിക്കില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഞാൻ അയാക്സിൽ പോയിട്ട് അവിടുത്തെ പരിശീലനം കണ്ട ആളാണ്. ജനറ്റിക് മാപ്പിലൂടെയാണ് 19 വയസ്സുള്ള കുട്ടിയുടെ, ഒരു കളിക്കാരൻ്റെ ജനറ്റിക് മാപ്പിംഗ് എടുക്കുകയാണ് അവരാദ്യം. ഇവൻ്റെ പേശികളുടെ ശക്തി എത്രയാണെന്ന് നോക്കുകയാണ്, അവൻ്റെ കായികക്ഷമത എത്രയാണെന്ന് നോക്കുകയാണ്, അവൻ്റെ സ്ലീപ്പ് ടെക്നിക്ക് എത്രയാണെന്ന് നോക്കുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഈ എത്രയാണ് അവൻ്റെ ഫുഡ് ഇൻടേക്കുന്നവർ നോക്കുകയാണ്. അങ്ങനെ ഇത് മുഴുവൻ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് അവൻ്റെ റണ്ണിങ്ങും അതുപോലെ പാസിങ്ങും ട്രാപ്പിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ പരിശോധിച്ച് നോക്കിയ ശേഷം മാത്രമാണ് അവർ പ്രൊഫഷണലായിട്ട് ആ കളിക്കാരനെ നമുക്കൊരു പ്രൊഫഷണൽ ലീഗിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോക്കുന്നത് ആ ഒരു സംഗതിയാണ്. അത് അത്തരത്തിലുള്ളൊരു അടിസ്ഥാന എന്താ പറയുന്ന ഒരു സൗകര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? അല്ല, ഇന്ത്യയിലില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ, അതായത് ചെറുപ്പത്തിൽ പിള്ളേരെ കണ്ടെത്തി ഓരോരോ ക്ലബ്ബുകളും അല്ലെങ്കിൽ അവരുടേതായ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലെയർ ഇതിലേക്ക് ഫുട്ബോളിലാണെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ വോളിബോൾ ആണെങ്കിൽ വോളിബോൾ, ക്രിക്കറ്റ്, അത് അവരാണ് ചൂസ് ചെയ്യുന്നത്. ഈ കുട്ടി ഫുട്ബോളിലേക്ക് കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിലേക്ക് കറക്റ്റായിരിക്കും. അതിനുള്ള മെത്തേഡൊന്നും നമ്മുടെ അവിടെ ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് കിട്ടിയ അവസരം, കളിക്കാനുള്ള അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഞങ്ങൾ കളിക്കുന്ന കാലത്ത്, ഇപ്പോൾ 62-ലെ കാര്യം പറഞ്ഞു, അന്ന് പ്രാക്ടീസ് മാച്ചൊന്നും നമുക്കില്ല. ഒരു മാച്ച് കളിക്കാൻ, അതായത് ഡയറക്റ്റ് കോമ്പറ്റീറ്റീവ് മാച്ചാണ്. അപ്പം നമുക്ക് മറ്റേ ടീമുകളെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമ്മളെക്കാളും ചെറിയ ടീമുകളോട് നമ്മൾ കളിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കാളും ഹയർ ലെവൽ ടീമായിട്ട് കളിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ എതിരാളികൾക്കെതിരെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലത്തെ അവസരങ്ങൾ അന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്ലി മാച്ചസ് വരുന്നു, പ്രാക്ടീസ് മാച്ച് വരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കളികൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവസരങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ പറയില്ലേ, ഒരുപാട് കളിച്ചാൽ മാത്രമാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് മാച്ചുകൾ ചാൻസ് കിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് തന്നെ, ഇപ്പോൾ നമുക്ക് AFC കപ്പിൽ തന്നെ നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ കളികൾ കണ്ടു. ഇപ്പോഴും നമ്മൾ ചില സ്ഥലത്ത് ഭയങ്കര വീക്ക്നെസ്സാണ്. ഇപ്പോൾ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു, ആൾക്കാർ ഒരു മെഷർമെൻറ്റ് പ്ലെയർ നമ്മളിപ്പോഴും നമ്മുടെ ഫിസിക്കൽ ബേസിൽ നമ്മളിപ്പോഴും ഭയങ്കര ഡൗൺ ആണ് ഏഷ്യയിൽ. അത് ആയി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും.
അതുപോലെയുള്ള പ്ലേയേഴ്സിനെ കണ്ടെത്തി അതുപോലെയുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ, അതായത് ഒരു കോമ്പറ്റീറ്റീവ് മാച്ചിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുക.